ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റാണ് സി ഷാർപ്പ് വേരിയബിൾസ്. സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ വേരിയബിൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏത് ഡാറ്റ നമ്മളുടെ സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിലും നമുക്കൊരു മെമ്മറി ലൊക്കേഷൻ കിട്ടണം അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു മെമ്മറി ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു നെയിം യൂസ് ചെയ്യും. അതിനെയാണ് ഈ വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് എല്ലാ ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സി++, അകത്തൊക്കെ ഉണ്ട്. ഇവിടെ സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും ഈ വേരിയബിൾ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ, മെമ്മറി ലൊക്കേഷനെ നെയിം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്ത് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും നമുക്ക് ഒരുപാട് ഡാറ്റ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടി വരും, ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടി വരും. അപ്പോൾ നമുക്ക് ഡാറ്റയുടെ ആ ഒരു എക്സിക്യൂഷൻസ് ആണല്ലോ നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്ത് നടക്കുന്നത്. സോ അത്തരം ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിൾ നെയിം അല്ലെങ്കിൽ വേരിയബിളിനെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ, അതായത് ഇപ്പോൾ നമ്മൾ ഐന്നോ അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള വാല്യൂ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതേപോലെ എത്ര പ്രാവശ്യം വേണമെങ്കിൽ റീയൂസ് ചെയ്യാനൊക്കെ കഴിയും. അതാണ് ഈ വേരിയബിളിൻ്റെ പ്രത്യേകത. അതായത് വേരിയബിളിന് നമ്മളൊരു ബ്ലൂ പ്രിൻറ്റുമായിട്ട് ഒരു നെയിം കൊടുക്കുന്നു, പക്ഷേ അതിനകത്തുള്ള വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, അതേപോലെ റീയൂസ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. വേരിയബിൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? ഇറ്റ്സ് എ വേ ടു റെപ്രസെൻറ്റ് മെമ്മറി ലൊക്കേഷൻ. നമുക്ക് മെമ്മറി ലൊക്കേഷനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു വേ ആണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സിമ്പിളോ നെയിമൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇന്ന മെമ്മറി ലൊക്കേഷൻ ഇന്നതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും, റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. അതിലൂടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫിക്കേഷൻ പോസിബിൾ ആവുകയും ചെയ്യും. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വേരിയബിൾ ടൈപ്പുകളുള്ളത്, എങ്ങനത്തെയൊക്കെ ടൈപ്പുകളാണ് വേരിയബിളിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യം ഡെസിമൽ ടൈപ്സ് ഉണ്ട്, അതിനകത്ത് ഡെസിമൽ വാല്യൂസ് ആണ് വരിക. പിന്നെ ബൂളിയൻ ടൈപ്സ് ഉണ്ട്, ബൂളിയൻ ടൈപ്സിനകത്ത് ട്രൂ വരാം, ഫാൾസ് വരാം, അങ്ങനെ നമ്മൾ എന്താണോ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അതിനനുസരിച്ച് വരാം. പിന്നെ ഇൻറ്റഗ്രൽ ടൈപ്സ് ഉണ്ട്, അതിനകത്ത് ഇൻറ്റീജർ, ക്യാരക്ടർ, ബൈറ്റ്, ഷോർട്ട്, ലോങ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഇൻറ്റഗ്രൽസ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ടൈപ്സ് ഉണ്ട്, അതിനകത്ത് ഫ്ലോട്ടും ഡബിളാണ് വരിക. പിന്നെ നള്ളബിൾ ടൈപ്സ് ഉണ്ട്, അതിനകത്ത് നള്ളബിൾ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സാണ് വരിക. അപ്പോൾ നമ്മൾ ഒരു വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ടൈപ്പ് എന്താണ്, നെയിം എന്താണ്, ആ ഒരു ഓർഡറിലാണ് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളത്. അതായത് നമുക്കിപ്പോൾ നമ്മളുടെ പ്രോഗ്രാമിനകത്തൊരു വേരിയബിൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. എന്നിട്ടേ നമുക്കതിനകത്തേക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു സിൻറ്റാക്സ് ഉണ്ട്, ടൈപ്പ് വേരിയബിൾ ലിസ്റ്റ് സെമിക്കോളൻ, അതാണ് അതിൻ്റെ സിൻറ്റാക്സ്. അതായത് ഏത് ടൈപ്പ് വേരിയബിളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം കൊടുക്കുന്നത്. അത് ചിലപ്പോൾ ഇൻറ്റീജർ ആവാം, ഡബിൾ ആവാം, ഫ്ലോട്ട് ആവാം, കെയർ ആവാം, ഏത് ടൈപ്പ് ആവാം. പിന്നെ അതിൻ്റെ വേരിയബിൾ നെയിംസ് എന്തൊക്കെയാണെന്ന് കൊടുക്കാം. ചിലപ്പോൾ നമുക്ക് ഒന്നായിട്ട് കൊടുക്കാം, ജസ്റ്റ് ഒരു വേർഡായിട്ട് കൊടുക്കാം. ചിലപ്പോൾ ലിസ്റ്റ് ഓഫ് വേരിയബിൾസ് ഉണ്ടായിരിക്കും, നമുക്ക് ഒരുമിച്ച് ഒറ്റ ലൈനായിട്ട് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റായിട്ടും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻറ്റ് ഐ, ജെ, ഡബിൾ ഡി, ഫ്ലോട്ട് എഫ്, ക്യാർ CH. ഇങ്ങനെ നമ്മൾ കുറേ വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഐയും ജെയും ഡിയും എഫും CHും വേരിയബിൾസാണ്. ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻറ്റ്, ഡബിള്, ഫ്ലോട്ട്, ക്യാർ ഒക്കെ എന്താണ്, ഡാറ്റ ടൈപ്സുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ആദ്യം അതിൻ്റെ ഡാറ്റ ടൈപ്പ് കൊടുക്കും, എന്നിട്ട് വേരിയബിൾ നെയിം കൊടുക്കും, അല്ലെങ്കിൽ വേരിയബിൾ നെയിം ലിസ്റ്റും കൊടുക്കും. രണ്ട് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സെമിക്കോളൻ മസ്റ്റാട്ടോ. പിന്നെ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് കൊടുക്കാം. ആദ്യം ഡിക്ലറേഷൻ ചെയ്യാം, പിന്നെ വേരിയബിളിനകത്തേക്ക് വാല്യൂസ് കൊടുക്കാം, അത് പോസിബിളാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് കൊടുക്കുകയും ഡിക്ലറേഷൻ രണ്ടും ഒരുമിച്ച് ചെയ്യുക. അതായത് ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ തന്നെ വേരിയബിളിന് വാല്യൂസും വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നമ്മൾ രണ്ട് വേരിയബിളിനെ നമ്മൾ ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ അതിന് വാല്യൂസും കൊടുക്കുന്നുണ്ട്. നോക്കാം, അതെ, ഇൻറ്റ് ഐ =2, ജെ =4. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് ഇൻറ്റീജർ വേരിയബിൾസാണ് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നത്, പ്ലസ് രണ്ടിനകത്തേക്കും വാല്യൂസും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ അടുത്ത് നോക്കൂ ഫ്ലോട്ട് എഫ് ഈക്വൽ ടു 40.2. അവിടെ നമ്മളൊരു ഫ്ലോട്ടിംഗ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്യുകയും ചെയ്തു. പിന്നെ ക്യാർ സി എച്ച് ഈക്വൽ ടു ബി. അവിടെ നമ്മളൊരു ക്യാറാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അതിനകത്തേക്കും വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി എന്തൊക്കെയാണ് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോഴുള്ള റൂൾസ് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ആൽഫാബെറ്റ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു വേരിയബിളിന് നെയിം ചെയ്യാൻ പറ്റും. അതായത് ABCD പോലത്തെ ആൽഫാബെറ്റ്സ് പോസിബിളാണ്, 1 2 3 പോലത്തെ ഡിജിറ്റ്സ് പോസിബിളാണ്, അണ്ടർസ്കോറൊക്കെ പോസിബിളാണ്. ഒക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഒരു വേരിയബിൾ നെയിം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൽഫാബെറ്റ് കൊണ്ടോ അണ്ടർസ്കോർ കൊണ്ടോ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ ഒരിക്കലും നമുക്ക് ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റ് കൊടുക്കാം, പക്ഷെ ഒരിക്കലും സ്റ്റാർട്ടിൽ നമുക്ക് ഡിജിറ്റ് കൊടുക്കാൻ പറ്റില്ല. ആൽഫാബെറ്റോ അണ്ടർസ്കോറോ ആയിരിക്കണം. പിന്നെ നമ്മളുടെ വേരിയബിൾ നെയിമിനകത്ത് ഒരിക്കലും വൈറ്റ് സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല, അത് അലോഡല്ല. പിന്നെ വേരിയബിൾ നെയിമായിട്ട് നമുക്ക് ഒരിക്കലും റിസർവ്ഡ് വേർഡോ കീവേഡോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ക്യാർ, ഫ്ലോട്ട്, ഇൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഓരോ ഡാറ്റ ടൈപ്പുകളൊക്കെ ഇല്ലേ, അത് കീവേഡ്സ് ആണ് അല്ലെങ്കിൽ റിസർവ്ഡ് വേർഡ്സ് ആണ്. അതൊന്നും ഒരിക്കലും വേരിയബിളിന് നെയിമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ വേരിയബിൾ നെയിമിനെ നമുക്ക് ആൽഫാബറ്റിൻ്റെയും ഡിജിറ്റിൻ്റെയും അണ്ടർസ്കോറിൻ്റെയൊക്കെ മിക്സറായിട്ട് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാം. പക്ഷേ ഒരിക്കലും ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൽഫാബറ്റോ അണ്ടർസ്കോറോ ആയിരിക്കണം. പിന്നെ ഒരിക്കലും ഈ വേരിയബിൾ നെയിമിനകത്ത് നമ്മൾ വൈറ്റ് സ്പേസ് അലോഡല്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേരിയബിൾ നെയിം റിസർവ്ഡ് വേർഡോ കീവേഡോ ആവാൻ പാടില്ല. അതായത് ക്യാർ, ഫ്ലോട്ട്, ഇൻഡ് അതൊന്നും ആവാൻ പാടില്ല. ഇത്രയാണ് നമ്മളുടെ വേരിയബിൾസിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള കുറച്ച് വേരിയബിൾ നെയിംസ് കൊടുക്കാം. ഇൻഡ് എക്സ്, ഇത് വാലിഡാണ്. പിന്നെ ഇൻഡ് അണ്ടർസ്കോർ എക്സ്, അതും വാലിഡാണ്. ഇൻഡ് K20, അതും വാലിഡാണ്. കാരണം എന്താണ്, ഫസ്റ്റ് ഇൻഡ് എക്സ് എന്ന് കൊടുത്തത് അതൊരു ആൽഫാബറ്റാണ്. പിന്നെ അണ്ടർസ്കോർ വെച്ചിട്ടാണ് അടുത്തത് തുടങ്ങുന്നത്. പിന്നെ K20 എന്താണ് 20 സെക്കൻഡായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ആൽഫാബറ്റ് കൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് അതും വാലിഡാണ്. പിന്നെ ഇൻവാലിഡിൻ്റെ കേസ് നോക്കാം. ഇൻഡ് 4, അത് ഇൻവാലിഡാണ്. കാരണം എന്താണ്, നമുക്ക് ഒരിക്കലും ഡിജിറ്റിൻ്റെ വെച്ച് തുടങ്ങാൻ പറ്റില്ല, ഡിജിറ്റ് അങ്ങനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇൻഡ് എക്സ് സ്പേസ് വൈ, എക്സിൻ്റെയും വൈൻ്റെയും ഇടയിൽ ഒരു വൈറ്റ് സ്പേസ് വന്നു, അത് കാരണം അതും ഇൻവാലിഡാണ്. പിന്നെ ഇൻഡ് ഡബിൾ, അതും ഇൻവാലിഡാണ്. കാരണം എന്താണ്, ഒരിക്കലും നമുക്ക് റിസർവ്ഡ് ആയിട്ടുള്ള വേർഡോ കീവേഡോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയാണ് നമുക്ക് വേരിയബിൾസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മുടെ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന നെയിമാണ് ഈ വേരിയബിൾ നെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മളത് നമ്മുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മെമ്മറി ലൊക്കേഷനെ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വേ ആണത്. നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യുന്ന വാല്യൂ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ പല ടൈപ്പിലുള്ള വേരിയബിൾ ടൈപ്സ് പറഞ്ഞു, ഇൻഡ്, ക്യാർ, ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എങ്ങനെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് വാല്യൂസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ റൂൾസ് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ള ടൈപ്സ്, ഏതൊക്കെയാണ് ഇൻവാലിഡ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.